തന്ത്രി കണ്ഠരര് രാജീവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന്, അല്ലെങ്കിൽ അത് പകൽ പോലെ തെളിഞ്ഞു എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ഇ ഡിയുടെ പരിശോധനയിൽ തന്ത്രി മാത്രം ഒഴിവാക്കപ്പെട്ടതിൻ്റെ യുക്തി എന്തായിരിക്കും? ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വരവ് ഈ കേസിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഓക്കെ, ശ്രീ ഗോപികൃഷ്ണൻ, പ്രാഥമികമായിട്ട് പറയട്ടെ, തന്ത്രിയുടെ ഭാഗം തെളിയിക്കേണ്ടത് നിയമപരമായിട്ട് തന്നെയാണ്, നമ്മുടെ ലീഗൽ പ്രൊസീഡിംഗ് അനുസരിച്ചാണ്. അതുകൊണ്ട് ഇ ഡി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭവനം റെയ്ഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു അർത്ഥമില്ല. ഇ ഡിയുടെ അന്വേഷണം എന്ത് വിഷയത്തിലാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ തന്ത്രിയെ അതിൽ നിന്ന് ഒഴിവാക്കി എന്ന് കരുതാനും നമുക്ക് കഴിയില്ല. കാരണം ഇ ഡി ഇൻവോൾവ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഭാഗം ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞിരുന്നു, ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഉള്ള സമയത്താണ് ഇ ഡി ഇടപെടുന്നത്. എന്ന് വെച്ചാൽ അതിലൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു മണി ലോണ്ടറിങ് ആംഗിൾ ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം അത് എവിടേക്ക് പോയി എന്നുള്ളതാണ് അവർ അന്വേഷിക്കുന്നത്. അതായത് ആരാണ് ഈ പാളികളൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോയത്, ആ പാളികളിൽ എന്താണ് ചെയ്തത്, ആ പാളികൾ തിരിച്ചു കൊണ്ടുവച്ചത് ആരാണ്, എന്നാണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കാൾ ഉപരി അവർ നോക്കുന്നത് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന പണത്തിന്റെ മൂല്യത്തിനെ കുറിച്ചാണ്. ആരാണ് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ഏത് രീതിയിലേക്കാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്, പിന്നെ ലെയർ ചെയ്തിട്ട് അത് പോയിട്ടുണ്ടോ, ഏതെങ്കിലും അക്കൗണ്ടുകളിൽ, ഏതെങ്കിലും ബിസിനസ്സുകളിൽ, ഏതെങ്കിലും അസറ്റുകളിൽ അതിന്റെ നിക്ഷേപം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്ത്രിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ട്രെയിൽ കണ്ടെത്തുന്നതിന് മറ്റുള്ള ആൾക്കാരുടെ റെയ്ഡ് കൊണ്ട് തന്നെ നടക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ തന്ത്രിയെ അതിൽ നിന്ന് ഒഴിവാക്കി എന്ന രീതിയിലേക്ക് ഞാൻ കരുതുന്നില്ല. തന്ത്രി ഇപ്പോഴും അവരുടെ കേസിലെ പ്രതിയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആരെയെങ്കിലും ഒഴിവാക്കി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ശ്രീ വാസവൻ തന്നെ സംസാരിക്കുന്ന സമയത്ത് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി എന്ന് പറയുമ്പോൾ തന്നെ ഹൈക്കോടതിയുടെ തന്നെ മറ്റൊരു ബെഞ്ച് ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ഈ അന്വേഷണത്തിനെ കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള SITയുടെ അന്വേഷണത്തിനെ കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയതിനെ കുറിച്ച് നമുക്കറിയാം. ഈ അന്വേഷണത്തിൽ സീരിയസ് ലാക്സിറ്റി ഉണ്ടായിട്ടുണ്ട്, കാസ്റ്റിംഗ് എ ഷാഡോ ഓഫ് ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരേ കുറ്റം ചെയ്തിരിക്കുന്ന വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അറസ്റ്റ് വന്നിരിക്കുന്നത്. 2 തവണ അഡ്വേഴ്സ് പരാമർശം ഉണ്ടായതിനു ശേഷമാണ് അറസ്റ്റ് വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കറിയാം. തന്നെയുമല്ല, കോടതിയുടെ ഈ ദേവസ്വം ബെഞ്ച് തന്നെ വളരെ കൃത്യമായിട്ട് 4 പ്രധാനപ്പെട്ട ചാർജുകളാണ് PS പ്രശാന്തിന്റെ കമ്മിറ്റിക്കെതിരെ പറഞ്ഞിട്ടുള്ളത്. 2018 മുതലുള്ള പിൽഫറേജിനെ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2025 കമ്മിറ്റിയും ഈ കാര്യങ്ങളെല്ലാം അതേപടി അനുവർത്തിച്ചു എന്ന് പറഞ്ഞു. പോറ്റിയുടെ കയ്യിൽ നേരത്തെ തട്ടിയെടുത്തിരിക്കുന്ന സ്വർണമുണ്ടെന്ന് ഉറപ്പായിട്ടും അത് വീണ്ടും അതുമായി ബന്ധപ്പെട്ട മരാമത്ത് പണികൾ അദ്ദേഹത്തിനെ തന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. മാനുവലിന്റെയും കോടതിയുടെ 2023 ഉത്തരവ് ലംഘിച്ചിട്ടാണ് സന്നിധാനത്തിന് പുറത്തേക്ക് ഈ വസ്തുക്കൾ കൊണ്ടുപോയത് എന്നതിനെ കുറിച്ച് പറഞ്ഞു. തന്നെയുമല്ല, പ്രശാന്തിന്റെ കമ്മിറ്റി അനാവശ്യമായിട്ടുള്ള തിടുക്കം കാണിച്ചു എന്ന് പറഞ്ഞു. ആ തിടുക്കം ഒരു ലെറ്ററിൽ വന്നിരിക്കുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഇതേ ചോദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഈ SIT PS പ്രശാന്തിനെ ഇപ്പോഴും മാറ്റി നിർത്തുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീ VN വാസവൻ അത് ചോദിക്കുന്നില്ല. അപ്പൊ പകരം അദ്ദേഹം ഇപ്പോ എന്തുകൊണ്ടാണ് തന്ത്രിയുടെ വീട്ടിൽ മാത്രം ED റെയ്ഡ് നടക്കാത്തത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് തന്ത്രിയുടെ വീട്ടിലും ED റെയ്ഡ് നടക്കണം, PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യണം, മൊത്തമായിട്ട് തന്നെ നടക്കണം. അത് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഈ നടപടികൾ പൂർത്തിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനി വരട്ടെ, അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്ന ആ ഒരു സൂചനയുണ്ട്. അതായത് ഈ വാജി വാഹനം കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്താണ്, ശ്രീ മഹേഷ് പണിക്കർ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഈ ചർച്ചയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആചാരപരമായ കാര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതായത് അദ്ദേഹം ചോദിച്ചു, ഇത് ചില പ്രത്യേക വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ബാധകമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്ത്രശാസ്ത്ര പ്രകാരമുള്ളതല്ല. ബിംബങ്ങൾക്കും ബലിപീഠങ്ങൾക്കും പൊതുവെ ബാധകമായിട്ടുള്ള ഒരു ചട്ടമാണിത്. അതായത് എന്തൊക്കെ ബിംബങ്ങളുണ്ടോ ആ ബിംബങ്ങളുടെ കസ്റ്റോഡിയൻഷിപ്പ് ആർക്കാണ് എന്നതുമായി ബന്ധപ്പെട്ടാണ്. ബലിപീഠം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിനുള്ളിലെ ബലിപീഠത്തിന്റെ നായകസ്ഥാനം വലിയ ബലിക്കല്ലിനാണ്, ക്ഷേത്രത്തിന് പുറത്തെ അതിന്റെ നായകസ്ഥാനം എന്ന് പറയുന്നത് കൊടിമരത്തിനാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ കൊടിമരം മാത്രമേ ഉള്ള, ഇതിന്റെ മുകളിലുള്ള വാഹനം അതിലില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്ത് തരത്തിലുള്ള ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കാരണം അത് പരക്കെ അംഗീകരിക്കപ്പെട്ടതാണ്. ഇനി അദ്ദേഹം ഇവിടെ പറയുന്നു, അഡ്വക്കേറ്റ് കമ്മീഷണർ ഇത് കോടതിയെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതല്ലാതെ കോടതിയുടെ അംഗീകാരമൊന്നും അതിന് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയല്ല, അറിയിച്ചിരിക്കുന്നതാണ്. 6 ഇടക്കാല റിപ്പോർട്ടുകളും ഫൈനൽ റിപ്പോർട്ടും കോടതി സ്വീകരിച്ചതാണ്. അതിന്റെ പേരിൽ അഡ്വക്കേറ്റ് കമ്മീഷണറെ അഭിനന്ദിച്ചതാണ്. അത് രാമചന്ദ്ര മേനോനും ദേവൻ രാമചന്ദ്രനും അടങ്ങിയിരിക്കുന്ന ദേവസ്വം ബെഞ്ചാണ് അത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും അതിൽ അംഗീകരിക്കപ്പെട്ടതാണ്. സംശയങ്ങൾ ഉണ്ടായിരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടതാണ്. തന്നെയുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് 2012 അദ്ദേഹം പറയുന്ന ദേവസ്വത്തിന്റെ ആ ഉത്തരവിന് യാതൊരു വിധത്തിലുള്ള സാങ്കത്യവുമില്ല.
കാരണം അത് ആചാരപരമായിട്ട്, അതായത് ഇവർക്ക് ഉപയുക്തമായിട്ടുള്ള വസ്തുക്കൾ ഈ തന്ത്രിമാരുടെ കൈവശാവകാശമായിട്ടുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഓർഡർ എന്നാണ്. അതായത് ആചാരപരമായി ഇവർക്ക് കൈവശം വെക്കാവുന്നത്, അതുമായി ബന്ധപ്പെട്ട ഓർഡർ എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ഇറക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓർഡറിൽ തന്നെ പറയുന്നത് ആചാരപരമായിട്ട് ഇവർക്ക് ഇതിന് അവകാശമുണ്ട് എന്ന് ഈ ദേവസ്വം ബോർഡ് തന്നെ കൺസീഡ് ചെയ്യുകയാണ്. തന്നെയുമല്ല, ദേവസ്വം ബോർഡിന് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉത്തരവിറക്കാനായിട്ടുള്ള ഒരു അവകാശവുമില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ശിവക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, അവിടെ പൂർണ്ണ പ്രദക്ഷിണമില്ല, മുക്കാൽ പ്രദക്ഷിണം, പിന്നെ തിരിച്ചു വന്നതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്യാണ്. നാളെ അങ്ങനെ ശിവക്ഷേത്രങ്ങളിലും പൂർണ്ണ പ്രദക്ഷിണം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ ഇറക്കാനായിട്ട് ഈ ദേവസ്വം ബോർഡിന് അധികാരമില്ല. കാരണം അവർ അഡ്മിനിസ്ട്രേഷനാണ് നോക്കേണ്ടത്, പൂജയും ആചാരവും കൈകാര്യം ചെയ്യേണ്ടത് തന്ത്രിയാണ്. അപ്പൊ ഈ കാര്യങ്ങളിൽ, ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ട്രാൻസാക്ഷനും ഒക്കെ തന്നെ ശേഷസമുച്ചയം, തന്ത്രസമുച്ചയം, കുഴിക്കാട്ട് പച്ച തുടങ്ങിയ തന്ത്രഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. അതിന് തന്ത്രസമാജവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെയും ആശയവിനിമയത്തിന്റെയും ഭാഗമായി അവരെ കൂടി വിശ്വാസത്തിലെടുത്തും അവരുടെ കൂടി നിർദ്ദേശാനുസരണമല്ലേ അങ്ങനെ ഒരു ഉത്തരവ് 2012 പുറത്തു വന്നത് ദേവസ്വം ബോർഡിന്റെ? അല്ല, അതൊരു നുണയാണ്. അത് നുണയാണെന്ന് പറയുന്നതിന് കാരണം, ആ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവർക്ക് കിട്ടുന്ന TA, DA തുടങ്ങിയ കാര്യങ്ങൾ, അവർക്ക് വേഷ്ടിക്ക് കിട്ടുന്ന അലവൻസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പരിമിതമായിരുന്നുവെന്നും അവരുടെ ഒരു റിക്വയർമെന്റ് ആണ്. അതിനെ പരിഹരിച്ചു, അതിനെയൊക്കെ തന്നെ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞിരുന്നത്, ഇത്തരത്തിലുള്ള ബിംബങ്ങളുടെ കൈവശാവകാശവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ എവിടെ നിന്ന്? ചില ഇടങ്ങളിൽ പിന്നെ ദേവസ്വം ബോർഡിൽ നിന്ന്, ചിലയിടങ്ങളിൽ ഈ ഭരണസമിതിയിൽ നിന്ന്. അതുകൊണ്ട് അത് ഇവരുടെ അവകാശമാണ് എന്നതിനെ നയപരമായിട്ട് അംഗീകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഓർഡറാണ് ആ ഇറക്കിയിരിക്കുന്നത്. അത് അവർക്ക് പാസ്സാക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നത്, ഒന്നത് ആചാരപരമായ കാര്യത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ഇറക്കിയിരിക്കുന്ന ഓർഡറാണ്. കാരണം ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ മാത്രമേ ഉത്തരവിറക്കാനായിട്ട് സാധിക്കുള്ളൂ, ആചാരത്തിൽ ചെയ്യാൻ പറ്റില്ല. ഒന്ന്. രണ്ട്, 2009 ഇത് സംബന്ധിച്ച ഹൈക്കോടതി വിധിയുണ്ട്. ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് ദേവസ്വം ബോർഡിന് ഒരു ഓർഡർ ഇറക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ഒരു സെക്കൻഡ്, അത് ജസ്റ്റിസ് 2009 ജസ്റ്റിസ് M ശശിധരൻ നമ്പ്യാരുടെ ബെഞ്ചിന്റെ ഉത്തരവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ബിംബങ്ങളുടെ അവകാശം എന്നത് അതാത് ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർക്കാണ് എന്ന വിധി സാധൂകരിക്കുന്നുണ്ട്. അപ്പൊ അത് നേരത്തെ ശ്രീ മഹേഷ് പണിക്കർ വ്യാഖ്യാനിച്ചതുപോലെ അല്ല. കാരണം ഇതേ അഡ്വക്കേറ്റ് കമ്മീഷണർ തന്നെ ശബരിമലയിൽ ഇത് നടത്തുന്നതിന് മുമ്പ് ശക്തികുളങ്ങരയിലും ഇതേപോലെ കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്നും അദ്ദേഹം ഇതേപോലെ തന്നെ തന്ത്രിക്ക് ഈ പിന്നെ ധ്വജാഗ്ര വിഗ്രഹം അല്ലെങ്കിൽ അതിന്റെ ആ വാഹനം കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്, കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നീട് മുഖത്തല മുരാരി ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. നിരവധി അതായത് ഇദ്ദേഹം തന്നെ 3 ക്ഷേത്രങ്ങളിലോ മറ്റോ ഇത് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അതേ കാലത്ത് മറ്റു പല ക്ഷേത്രങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ദേവസ്വവുമായി ബന്ധപ്പെട്ട ഇത് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വ്യാഖ്യാനിക്കുന്നത് ശ്രീ മഹേഷ് പണിക്കർ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനമാണോ ശരിയെന്ന് ചോദിച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി ദേവസ്വം ബോർഡിൽ ഒരു പരാതി ഉണ്ടായിരുന്നു. ഐരാണിക്കുളം ക്ഷേത്രത്തിലുണ്ടായിരുന്ന ബിംബം ഇതേപോലെ തന്ത്രിമാര് ക്ലെയിം ചെയ്യുന്നു, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. അന്ന് ഇതേപോലെ തന്നെ തന്ത്രസമുച്ചയം കൊണ്ടുവരുന്നു. തന്ത്രസമുച്ചയം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ, അതുകൊണ്ട് അത് നിങ്ങൾ പറയുന്ന വ്യാഖ്യാനം ആയിരിക്കില്ല അതിന് എന്ന് പറഞ്ഞുകൊണ്ട് PK നാരായണ പിഷാരടി എന്ന് പറയുന്ന സംസ്കൃത പണ്ഡിതനെ ഏൽപ്പിക്കുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരിട്ട് ഏൽപ്പിക്കുന്നു. അദ്ദേഹം കൊടുത്തിരിക്കുന്ന കത്ത് എൻ്റെ കയ്യിലുണ്ട്. ആ കത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലോഹമാണോ അതിന്റെ അവകാശം തന്ത്രിക്കാണെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.